Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, English ഇല്ലാട്ടോ, മിസ് ആണ് ഇന്ന് ക്ലാസ്സിൽ കയറുന്നത്. നെക്സ്റ്റ് അവര് വാഹിദ മാം വരും. അപ്പൊ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ ഈ ആഴ്ചകൾ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ലാസ്റ്റ് ചാപ്റ്റേഴ്സ് അല്ലേ ഇപ്പൊ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയില്ലേ? ചെക്ക് ചെയ്തിരുന്നോ? നോക്കിയിരുന്നോ? 1 and 2 മോഡ്യൂൾസ് ബാക്കിയെല്ലാം ഏത് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ, മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയില്ലേ? ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയോ? ഓൾമോസ്റ്റ്. ഇപ്പൊ റണ്ണിങ് ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പൊ മിസ്സിന്റെ ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? ലബോറട്ടറി ഉണ്ടാവും അല്ലെ? ലബോറട്ടറി സർവീസസ് ഉണ്ടാവും. പിന്നെ ഏതാണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇത് മൂന്നാണോ ഉള്ളത്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ലബോറട്ടറി കഴിഞ്ഞോ? ലബോറട്ടറി ആണോ ലേബർ റൂം ആണോ കഴിഞ്ഞത്? ഓക്കെ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവില്ലേ? ഇപ്പൊ ഓൾമോസ്റ്റ് ടീച്ചേഴ്സ് എടുത്തോണ്ടിരിക്കുകയല്ലേ? വേറെ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് വേറെ ഒന്നുമില്ലല്ലോ. ടെർമിനോളജി, മെഡിക്കൽ ടെർമിനോളജി മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇത്രയും വേഗം നിങ്ങളുടെ അത് പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ടൈം ടേബിളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഞങ്ങൾ കയറുന്നത്. അപ്പൊ ഈ 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് അടുത്ത വീക്കിൽ തന്നെ നമുക്ക് പോർഷൻസ് തീർത്ത് നിങ്ങളെ സ്റ്റഡി ലീവിന് വിടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ് എടുത്തുകൊണ്ടിരുന്നത്. എക്സാം ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല കേട്ടോ. സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാവും കേട്ടോ. സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിരിക്കും എക്സാം. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ് എടുത്തുകൊണ്ടിരുന്നത്. എവിടെ വരെ എടുത്തു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലേ എടുത്തുകൊണ്ടിരുന്നേ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലേ? ഓക്കെ, അത് കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ? 5 നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്തത് പ്രിവെൻഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? തടയുകയാണ് അല്ലെ? ഒരു ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? എന്തിലൂടെയൊക്കെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ വരുന്നത് തടയാം? അതിനു വേണ്ടിയുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ രീതികൾ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പൊ കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് quality assurance or quality control measures to the healthcare sectors, and evidence-based management can be a feasible approach. ഇവിടെ എന്താ? നമുക്കൊരു നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ, ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ പരിചരണ മേഖലകളാണ് അല്ലെ? ഒരു ഹോസ്പിറ്റൽ ആവാം, മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റികളാവാം. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് നടപ്പിലാക്കണം അല്ലെങ്കിൽ എന്ത് സ്ഥാപിക്കണം എന്നാ പറയുന്നത്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി മെഷേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ. ഗുണനിലവാരം എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഗുണനിലവാര നിയന്ത്രണങ്ങളും അവിടെ ഉറപ്പുവരുത്തണം. അപ്പൊ അതിനു വേണ്ടിയുള്ള മെഷേഴ്സ് നമ്മൾ ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ കൊണ്ടുവരുന്നത് എന്താണ്? അങ്ങനെ ഒരു കൊണ്ടുവരുന്നത് ഇപ്പൊ ക്വാളിറ്റി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന്റെ റേറ്റ് കുറയ്ക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുമ്പോൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലാണ് അവിടെ സർവീസുകൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എങ്ങനെയായിരിക്കും?
എങ്ങനെയായിരിക്കും? എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് കൃത്യമായ സ്റ്റാൻഡേർഡിന്റെ പ്രകാരം എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഓരോന്നിലും അവർ ആ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന റേറ്റ് കുറവായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ആ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലെയുള്ള മേഖലകളില് നടപ്പിലാക്കുകയാണ് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി എ ഫീസിബിൾ അപ്രോച്ച്. എന്താ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫീസിബിൾ അപ്രോച്ച് നമ്മൾ പ്രായോഗികപരമായിട്ടുള്ള ഒരു സമീപനമാണെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരു രോഗം വന്നു, നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, ആ ഇൻഫെക്ഷനെ ട്രീറ്റ്മെന്റ് എടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. എങ്ങനെ, എവിടെ നിന്ന് ആ ഒരു ഇൻഫെക്ഷന്റെ കാരണങ്ങൾ എന്താണ് അല്ലെ, അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്, ഇനി എന്തൊക്കെ രീതിയിലൂടെയാണ് അത് മറ്റുള്ള ആളുകളിലേക്ക് ഇത് പകർന്നു പോകുന്നത് അല്ലെ, അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു എവിഡൻസുകൾ കളക്ട് ചെയ്ത് ആ ഡേറ്റാസ് അനലൈസ് ചെയ്ത് കൃത്യമായ രീതിയിലുള്ള മാനേജ്മെന്റിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു കോവിഡ് വന്നു, നമ്മൾ ആ ഒരു കോവിഡ് വന്ന സമയത്ത് ഒത്തിരി പേർക്ക് അത് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, ഇതിനെ കുറിച്ച് പഠനം നടത്തി അല്ലെ. എവിടെ നിന്ന് ഈ ഒരു രോഗം ഉത്ഭവിച്ചു അല്ലെ, എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം വരാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് മറ്റുള്ള ആളുകളിലേക്ക് പകരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ട്രീറ്റ്മെന്റ് മാത്രം കൊടുത്തത് കൊണ്ട് ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടിയുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്തു, ആ രോഗത്തെ കുറിച്ച് പൂർണ്ണമായിട്ടും പഠനം നടത്തി, അതിലൂടെയാണ് നമുക്ക് ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വഴികളിലൂടെയാണ് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുക. അതിനുവേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് സാനിറ്റേഷൻ. എന്താണ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല്? എന്താ സാനിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്യുക എന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ സാനിറ്റേഷൻ നടത്തുക, ശുചീകരണം നടത്തുക അല്ലെ. നോക്കിയേ, ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് കൺസേണിംഗ് യൂണിഫോംസ്, എക്യുപ്മെന്റ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്. എന്താണ്, ഒരു ഹോസ്പിറ്റലില് വളരെ നിർബന്ധമായിട്ടും ഒരു നല്ല സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് വേണം. അതായത് ശുചീകരണവുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. അത് എന്തിനൊക്കെ ബന്ധപ്പെട്ടാണ്? ഒരു എക്യുപ്മെന്റ്സിന്റെ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട്. CSST പഠിച്ചതല്ലേ? പഠിച്ചതല്ലേ? പിന്നെ സ്റ്റെറിലൈസേഷൻ എന്താണെന്നൊന്നും എക്സ്ട്രാ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അവിടെ ധരിക്കുന്ന യൂണിഫോംസ്, അവിടെയുള്ള ഓരോ സ്റ്റാഫുകളും യൂണിഫോംസ് ധരിക്കാറുണ്ട് അല്ലെ ഹോസ്പിറ്റലിലെ. അപ്പൊ അവരുടെ യൂണിഫോംസുമായി ബന്ധപ്പെട്ട സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചീകരണമാവാം, അല്ലെങ്കിൽ വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, മറ്റുള്ള ഏരിയകള് കഴുകി വൃത്തിയാക്കുക, മറ്റ് പ്രതിരോധ നടപടിക്രമങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള എല്ലാവുമായും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോള് ആ ഹോസ്പിറ്റലുകൾ നിർബന്ധമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. Then thorough hand washing and or use of alcohol drugs by all medical personnel before and after each patient contact is one of the most effective ways to fight nosocomial infection. എന്താ, നമ്മുടെ അതായത് അവിടുത്തെ മെഡിക്കൽ പേഴ്സണൽസ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അവരെന്ത് ചെയ്യണം? എപ്പോഴും നിർബന്ധമായിട്ടും ഹാൻഡ് വാഷിംഗ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് ചെയ്യാറുണ്ട് അല്ലെ. യൂസ് ഓഫ് ആൽക്കഹോൾ റബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സാനിറ്റൈസർ പോലെയുള്ള ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ലിക്വിഡ്സ് ഉപയോഗിച്ച് ഹാൻഡ് റബ്ബ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അവരുടെ കൈയുടെ ഹാൻഡിന്റെ ശുചിത്വം നിലനിർത്തണം. ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ, എപ്പോഴാണ്? ഓരോ പേഷ്യന്റിനെയും അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പേഷ്യൻസുമായിട്ട് അവർ കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപും ശേഷവും അല്ലെ, മുൻപും ശേഷവും ഓരോ പേഷ്യൻസിന്റെ അടുത്ത് ഇവരിത് ചെല്ലുമ്പോഴോ അതിനു മുൻപും അവരെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷമോ കൃത്യമായിട്ട് ഒന്നില്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട്, ആൽക്കഹോൾ ലിക്വിഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇത് സാനിറ്റൈസേഴ്സ് പോലെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ കുറവായിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്യുക. അത് എപ്പോഴും വളരെ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു
വഴിയാണെന്നാണ് പറയുന്നത്. കാരണം എന്താ, സ്റ്റാഫുകളിൽ നിന്ന് ഒത്തിരി ആളുകൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ സ്പ്രെഡ് ചെയ്തു പോകാനായിട്ടുള്ള വളരെ കൂടുതൽ ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാഫുകൾ അത് കൃത്യമായിട്ട് അവിടുത്തെ മെഡിക്കൽ പേഴ്സണൽസ് അത് കൃത്യമായിട്ട് അത് പാലിക്കുന്നത് വളരെ എഫക്റ്റീവ് വേ ആണ് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്. ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ ഫലപ്രദമായ ഒരു വഴിയാണ്. Then sanitizing surfaces is part of control measures and to reduce the lessened nosocomial infection in healthcare environment, notwithstanding sanitation protocols, patient cannot be completely isolated from communicable agents. ഇനി എന്താ പറയുന്നത്, നമ്മുടെ ഏറ്റവും ടച്ച് ചെയ്യുന്ന പ്രതലങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ അങ്ങനെയുള്ള സർഫസുകളൊക്കെ വളരെ നല്ല രീതിയിൽ സാനിറ്റൈസേഷൻ ചെയ്യുക, ശുചീകരണം നടത്തുക. അതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള എല്ലാ മെത്തേഡുകളും നമ്മൾ യൂസ് ചെയ്താലും നമുക്ക് ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഏജൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിൽ നിന്നും പൂർണ്ണമായിട്ടും നമുക്കൊരു പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റുമോ? പൂർണ്ണമായിട്ടും നമുക്ക് ഒരു വ്യക്തിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. ചെറിയ മാക്സിമം നമുക്കൊരു പരിധി വരെയും കുറയ്ക്കാമെന്നേ പറ്റുള്ളൂ, അല്ലേ? നമുക്കൊരു പരിധി വരെയല്ലേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള സാനിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. Moreover, patients are often advised to make antibiotics and other antimicrobial drugs to help treat illness. ഇനി ഇവർക്ക് എന്തെങ്കിലും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉടനടി മാറാനായിട്ട് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സുകൾ നിർദ്ദേശിക്കുക. ആൻഡ് നെക്സ്റ്റ് ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ്, ആ ഒരു ഇൽനെസ് ഉണ്ടെങ്കിൽ ആ ഒരു രോഗബാധിക്കാനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു രോഗം വന്നു, ഒരു ഫീവർ വന്നു, അപ്പൊ ഒരു ഒരു കോൾഡ് അല്ലെങ്കിൽ ഒരു ഫീവർ വന്നു കഴിഞ്ഞപ്പോ ഒരു വൈറൽ ഫീവർ ആണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് ഉടനെ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. ആവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് സുഖം പ്രാപിക്കാൻ സഹായിക്കും, അല്ലെ? അപ്പൊ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ആവുന്നതിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റില്ലേ? ഒത്തിരി ദിവസം നീണ്ടു നിൽക്കുമ്പോഴല്ലേ കൂടുതൽ ആളുകളെ അത് ബാധിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അതിന് മുൻപേ തന്നെ പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, ആന്റിബയോട്ടിക്സ് കൊടുത്ത് അതിനെ ആ ഒരു രോഗത്തിന്റെ ആ ഒരു തീവ്രതയൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ആവുന്നതിനെ തടയാൻ പറ്റും. ആൻഡ് ദിസ് മേ enlarge the selection procedure for the emergence of resistant traits. അപ്പൊ ഇങ്ങനെ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ പേഷ്യൻസിന്റെ ബോഡിയിൽ ഒരു റെസിസ്റ്റന്റ് അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ളൊരു ശക്തി ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ മറ്റു രോഗങ്ങളെയും ഇവർക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഒരു സാനിറ്റേഷൻ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, ഹോസ്പിറ്റലില് എന്തൊരു കാര്യമായാലും യൂണിഫോംസിന്റെ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ടാവാം, എക്യുപ്മെന്റ് സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ വാഷിംഗ് ആൻഡ് മറ്റ് പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പേഴ്സണുമായിട്ട് അവിടുത്തെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പേഴ്സണൽസ് കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷവും കൃത്യമായിട്ട് ഒന്നില്ലെങ്കിൽ അവർ തുറവായിട്ട് ഒരു ഹാൻഡ് വാഷിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് ചെയ്ത് കൈകൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെയും നോസോകോമിയൽ ഇൻഫെക്ഷനെ പകരുന്നതിന് അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് സാധിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകൾ സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിനെ നമുക്ക് ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ പറ്റും എങ്കിൽ പോലും പൂർണ്ണമായിട്ടും നമുക്ക് അവരെ അതിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കില്ല. അതുപോലെ പേഷ്യൻസ് എന്ന് പറയുന്ന പേഷ്യൻസിന് ആവശ്യമായ ആന്റിബയോട്ടിക്സ്, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് അതിനുള്ള ആന്റിബയോട്ടിക്സ് കൊടുക്കുക, ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് കൊടുക്കുക. അതിലൂടെ ആ പേഷ്യൻസിന് ഒരു റെസിസ്റ്റന്റ് പവർ ക്രിയേറ്റ് ചെയ്യുകയും മറ്റുള്ള ഇൻഫെക്ഷനെ തടയാനായിട്ട് ഒരു സ്ട്രെങ്ത് ആയിട്ട് എടുക്കുകയും ചെയ്യും. ക്ലിയർ ആണോ സാനിറ്റേഷൻ?
ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ പഠിച്ചതാണ് അല്ലെ, സ്റ്റെറിലൈസേഷൻ പഠിച്ചതല്ലേ CSSD-യില്. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. സാനിറ്റൈസിങ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയേക്കാൾ കുറച്ചും കൂടി മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. Then it destroys all microbes on equipment and surfaces through exposure to chemicals, ionizing radiation, dry heat or steam under pressure. പല മെത്തേഡുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളുണ്ട് അല്ലെ. പല ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളൊക്കെ പഠിച്ചിരുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പൊ കെമിക്കൽസ് മൂലമാവാം, അല്ലെങ്കിൽ അയനൈസിങ് റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം അണ്ടർ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെയുള്ള പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന എക്യുപ്മെന്റ്സിനും അതുപോലെ തന്നെ അതിന്റെ സർഫസുകളിലുമുള്ള മൈക്രോബ്സിനെ എല്ലാം പൂർണ്ണമായിട്ടും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്യുപ്മെന്റ്സിലോ അല്ലെങ്കിൽ അതിന്റെ സർഫസുകളിലോ കാണുന്ന ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഈ പറയുന്ന കെമിക്കൽസിന് വിധേയമാക്കുമ്പോഴോ അയനൈസിങ് റേഡിയേഷൻസിന് വിധേയമാക്കുമ്പോഴോ ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം അണ്ടർ പ്രഷർ മുതലായിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾക്ക് വിധേയമാക്കുമ്പോൾ അതിന്റെ സർഫസിലുള്ള അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സിലുള്ള ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് നശിപ്പിച്ചു കളയാനായിട്ട്, പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് സാനിറ്റേഷനേക്കാൾ കുറച്ചുകൂടി മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ സ്റ്റെറിലൈസേഷൻ? അടുത്തതാണ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് കേട്ട് കാണും അല്ലെ, ഐസൊലേറ്റഡ്. ഇപ്പൊ കോവിഡ് ഒക്കെ വന്ന സമയത്ത് അവര് ഐസൊലേറ്റഡ് വാർഡുകളിലാക്കാം അല്ലെങ്കിൽ ഐസൊലേഷൻ റൂമുകളിലായിട്ടില്ലേ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അവരെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലൊക്കെ ആണ് താമസിപ്പിക്കാറ് അല്ലെ. അപ്പൊ ഇവിടെയും ഐസൊലേഷൻ, അത് ഒരു പ്രത്യേക റൂമുകളിലായി ആണ് താമസിപ്പിക്കുക. അപ്പൊ ഇവിടെയും ഐസൊലേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ isolation precaution designed to prevent the transmission of microbes എന്നാണ് കേട്ടോ. എങ്ങനെയാ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? ഇവിടുത്തെ നോട്ടിലുള്ള പോലെ തന്നെയാണോ? designed to prevent, ഒന്ന് അങ്ങനെ ഒന്നാക്കാം. designed to prevent the transmission of microbes. Designed to prevent the transmission of microbes by common roots in hospital. കേട്ടോ? ഓക്കെ, അതിലുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേഷൻ procedures അല്ലെ, precautions designed to prevent the transmission of microbes by common routes in hospital. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ വരുന്ന എന്താണ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൈക്രോബ്സ് അതെങ്ങനെയാണ് ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു കോമൺ റൂമിലൂടെ. ഇപ്പൊ നമുക്ക് സാധാരണയായിട്ട് ഒരു വാർഡിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ റൂമിൽ കിടക്കുന്ന സമയം ഏതാണ് ആ പോയിന്റ് ആണോ പറഞ്ഞത്? ഡിസൈൻ ടു പ്രിവെന്റ്. ഫസ്റ്റ് സെന്റൻസ് ആണ് isolation is the application of isolating precaution designed. അവിടെ വരെ നിങ്ങളിൽ കറക്റ്റ് ആണ് കേട്ടോ. Designed to prevent transmission of microbes. അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. Transmission of microbes by common routes in hospitals. ഓക്കെ, കോമൺ റൂട്ട്സ് ഹോസ്പിറ്റലിലൂടെ വരുന്ന അല്ലെങ്കിൽ സാധാരണ വഴികളിലൂടെ ഒരു വാർഡിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു റൂമിൽ താമസിക്കുമ്പോഴോ ആ ഒരു പേഷ്യന്റിന് സാധാരണ ഏതൊക്കെ വഴികളിലൂടെയാണോ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഇൻഫെക്ഷൻ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ വഴികളെ നമുക്ക് എന്ത് ചെയ്യണം? ആ വഴികളിലൂടെയുള്ള മൈക്രോബ്സിന്റെ ആ ഒരു ട്രാൻസ്മിഷനെ തടയുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻ അല്ലെങ്കിൽ മുൻകരുതലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ കിടക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഏതൊക്കെ രീതികളിലൂടെ ഏതൊക്കെ വഴികളിലൂടെയാണോ മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് ആ വഴികളിലേക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി തടയുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഐസൊലേഷൻ റൂമുകൾ എന്ന് പറയുന്നത്. ബിക്കോസ്
the agent and host factors are more difficult to control, and interruption of transfer of microbes is directed mainly by transmission. എപ്പോഴും നമുക്ക് ഈ പറയുന്ന ഒരു ഏജന്റും അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിലേക്ക് അവരുടെ ബോഡിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നമുക്കൊരു എയറിലൂടെ അതെ പടരാതിരിക്കാൻ വേണ്ടി ഒരു എയറിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് തടയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടല്ലേ അല്ലെ? നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് തടയുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ പല രീതിയിലൂടെയാണ് ഇത് ട്രാൻസ്മിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആദ്യം ഇതിന്റെ ട്രാൻസ്മിഷൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏത് രീതിയിലൂടെയാണ് ഇത് ആ വ്യക്തിയിലേക്ക് എത്താൻ സാധ്യതയുള്ളത് അതിനെ നമ്മൾ അവിടെ തടയുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഐസൊലേഷൻ ഇൻഫെക്ഷൻ ആയിട്ടുള്ള കേസിലുള്ള ഹോസ്പിറ്റലിൽ വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരു കോവിഡിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ഐസൊലേഷൻ റൂമുകളിൽ അവരെ ആക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ ആക്കണേ? എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഒരു ഐസൊലേഷൻ ഇപ്പൊ ഓൾറെഡി കോവിഡ് സ്ഥിരീകരിച്ചവരെയും ആക്കാറുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ളവരെയാണ് അത് വരാനുള്ള സാധ്യതയുള്ളവരെ അല്ലെ, അതിന് കൂടുതൽ അവരുമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളുകളേക്ക് നമ്മൾ ആ ഒരു ഐസൊലേഷൻ റൂമുകളിലാക്കാറുണ്ട്. അതെന്തിനു വേണ്ടി അങ്ങനെ ഒരു ഐസൊലേഷൻ റൂമുകൾ പ്രത്യേക റൂമുകളിൽ അവരെ ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ഐസൊലേഷൻ റൂമുകളിൽ ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള ഇപ്പൊ ബേൺ ഇഞ്ചുറി വന്നവര് അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള സർജറി കാര്യങ്ങളൊക്കെ ചെയ്തവരാണെങ്കിൽ ഒബ്സർവേഷന് വേണ്ടി ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഐസൊലേഷൻ റൂമുകളിൽ ആക്കാനുണ്ട് അല്ലെ. അപ്പൊ അതെന്തിനു വേണ്ടി അങ്ങനെ ആക്കുന്നത്? അതെ, ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാ? പുറത്തെ ആളുകളുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും അവിടെ നമുക്ക് കൊടുക്കാറില്ല അല്ലെ. ഒരു ഐസൊലേഷൻ റൂമുകളിൽ ആക്കുന്ന ആളുകളെ യാതൊരുവിധ അവരുമായി ബന്ധപ്പെട്ട ഒരു വിസിറ്റേഴ്സിനെയും നമ്മൾ അനുവദിക്കില്ല. ആരെങ്കിലും ഒരാളായിരിക്കും അവരുടെ കൂടെ നിൽക്കാൻ ചിലപ്പോൾ പെർമിഷൻ തരാം, അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ നഴ്സസ് ആരെങ്കിലും ഒരാളായിരിക്കും അത് കൈകാര്യം ചെയ്യുക. അല്ലാതെ എല്ലാവരും ചെന്ന് അവിടെ എന്ത് ചെയ്യില്ല, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ഒരു വ്യക്തിയെ മാത്രം നിൽക്കും. ആ വ്യക്തിക്ക് പുറത്തേക്ക് ഇറങ്ങാനോ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് പോകാനൊന്നും അനുവാദമില്ല. വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരിക്കും അതിലോട്ടുള്ള എൻട്രിയും എക്സിറ്റും ഒക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുറമെ അല്ലെ അതെ മറ്റൊരു പേഴ്സണുമായിട്ട് ഒരു യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഇൻഫെക്ഷൻസ് വരുന്നതിന് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമിലേക്ക് ശരിയായ രീതിയിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള എയർ പാസേജോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടാവില്ല, വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നുണ്ടാവില്ല, ഒരുപാട് ആ സ്റ്റാഫുകൾ അവിടേക്ക് പോകുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സോഴ്സുകൾ ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണോ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ആ സോഴ്സുകളുടെ ആ ഒരു ട്രാൻസ്മിഷൻ അവിടെ നിന്ന് വരുന്ന ആ ഒരു സ്പ്രെഡ് ആവുന്നതിന്റെ ആ ഒരു ട്രാൻസ്മിഷനെ നമുക്ക് ഒരു പരിധി വരെ ഈ ഐസൊലേഷൻ റൂമുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫെക്ഷസ് കേസിനെയാണ് ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഐസൊലേഷൻ റൂമുകളിൽ താമസിക്കുന്നതെങ്കിൽ അവരിൽ നിന്നും മറ്റുള്ള ആളുകളിലേക്ക് പകരാതിരിക്കാനും അത് സഹായിക്കുന്നുണ്ട് അല്ലെ. രണ്ട് രീതിയിലും ഉണ്ട്. ഒന്ന് അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിലോ ഈ വന്ന വ്യക്തിയിൽ നിന്നും മറ്റുള്ള ആളുകളിലേക്ക് ഇനി സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസൊലേഷൻ റൂമുകൾ ചൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ഐസൊലേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തതാണ് ഹാൻഡ് വാഷിംഗ്. Hand washing frequently is called the single most prime measure to lessen the risk of transmitting skin microbes from one person to another or from one site to another. ഇനി ഇവിടെ ഹാൻഡ് വാഷിംഗ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷിംഗ് ചെയ്യുക എന്ന് പറയുന്നത് സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മെഷർ ആണ്. ഇതിനു വേണ്ടി ആ ഒരു സ്കിൻ മൈക്രോബ്സ് അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ ഈ സ്കിന്നിലുള്ള മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട ആ ഒരു അപകട സാധ്യത നമുക്ക് കുറയ്ക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷറാണ് ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മുടെ കൈകളിലൂടെ നമുക്ക്
ഇത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ഒരു വ്യക്തിയെ നമ്മൾ ഒരു പേഷ്യന്റിനെ നമ്മൾ ടച്ച് ചെയ്തു, ആ ടച്ച് ചെയ്ത പേഷ്യന്റിന്റെ നിന്നുള്ള മൈക്രോബ്സ് നമ്മുടെ ഹാൻഡിൽ ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു പേഷ്യന്റിനെ ടച്ച് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കപ്പെട്ടു, അടുത്ത പേഷ്യന്റിലേക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് എന്താണ് ട്രാൻസ്മിഷൻ ഒക്കെ പറഞ്ഞതാണ് അല്ലെ, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് പഠിച്ചതാണ്. അപ്പൊ ഇവിടെയും ഇത് തന്നെ നമ്മൾ എപ്പോഴും ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന, അതായത് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ടച്ച് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്കോ ഒക്കെ ഇങ്ങനെയുള്ള മൈക്രോബ്സിന്റെ ആ ഒരു ട്രാൻസ്മിഷനെ തടയുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷിംഗ് നന്നായി ചെയ്തിരിക്കണം. വാഷിംഗ് ഹാൻഡ്സ് ഇൻ പ്രോപ്പർ ആൻഡ് thorough manner is possible between patient contacts and after contact with the body fluids, secretions, excretions and equipment articles contaminated by them is a prime factor of infection control and isolation precautions. എന്താ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നത് അതായത് വളരെ ശരിയായ രീതിയിലുള്ള ഹാൻഡ് വാഷിംഗ് ആയിരിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യാന്നുള്ളതല്ല, ശരിയായ രീതിയിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യുക. അതുപോലെ വളരെ തുറവായിട്ട് വളരെ നല്ല ഡീപ്പായിട്ട് തന്നെ നിലനിർത്താൻ സമയം എടുത്ത് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതിലൂടെ ആ പേഷ്യന്റ് എപ്പൊക്കെ ചെയ്യണം, പേഷ്യൻസുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പും ചെയ്യണം, അതുപോലെ തന്നെ പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷവും, അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ബോഡിയിൽ നിന്നുള്ള എക്സ്ക്രീഷൻസോ സെക്രീഷൻസോ ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഉപകരണങ്ങളോ സാധനങ്ങളോ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്തോ അതിനുശേഷം ഒക്കെ കൃത്യമായിട്ട് ഇവരെന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നത് നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും ഈ പറയുന്ന മുൻകരുതലുകൾ എടുക്കാനും വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ആണ്. ഈ പറയുന്ന എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ എന്താണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. അതെന്ത് തടയാൻ സഹായിക്കുന്നു, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ സ്കിൻ മൈക്രോബ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു അപകട സാധ്യത നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഒരു പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപും കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷവും ഹാൻഡ് വാഷിംഗ് ശരിയായ രീതിയിൽ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, അതെ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ എക്സ്ക്രീഷൻസോ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷമോ ഹാൻഡ് വാഷിംഗ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും മലിനമായിട്ടുള്ള ഉപകരണങ്ങളോ സാധനങ്ങളോ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷമോ നിർബന്ധമായിട്ടും അവര് എന്ത് ചെയ്യണം, ഹാൻഡ് വാഷിംഗ് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് വളരെ കുറവായിട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് അവിടെ ഇൻഫെക്ഷൻസിനെ ഒരു പരിധി വരെയും നിയന്ത്രിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ ഹാൻഡ് വാഷിംഗ്? മനസ്സിലായോ? ഓക്കെ. അടുത്തത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പഠിച്ചിട്ടുണ്ടോ? PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പഠിച്ചതാണോ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PPE എല്ലാ ചാപ്റ്റേഴ്സിലും മിക്ക ചാപ്റ്റേഴ്സിലും വരുന്നൊരു ടേം ആണ്. ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PPEയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അതിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? PPE എന്ന് പറയുമ്പോൾ എന്താ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഏത് വ്യക്തിയാണോ അത് ഉപയോഗിക്കുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിൽ കൺസിസ്റ്റ് ഓഫ് items such as gloves നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതിലൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഗൗണുകൾ നമ്മൾ ധരിക്കാറുണ്ട്, മാസ്കുകൾ. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്നവ ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഗ്ലൗസ്, ഗൗൺസ്, മാസ്കുകള്, ഐവെയറുകള്, കണ്ണടകള് പോലെയുള്ളവ യൂസ് ടു മേക്ക് ബ്ലോക്കേഡ്സ് ദാറ്റ് പ്രൊട്ടക്ട് സ്കിൻ, clothing, mucous membrane and the respiratory tract from infectious agents. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ തുണികളെ, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ ശ്ലേഷ്മപാളികളെ, അതുപോലെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട്, ഗൗണുകൾ ധരിക്കാറുണ്ട്, മാസ്ക്, നമ്മുടെ മ്യൂക്കസ്
മ്യൂക്കസ് മെംബ്രെയിൻ നമ്മുടെ റെസ്പിറേറ്ററി പാത്വേയിലോട്ടൊക്കെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ മാസ്കുകളോ അല്ലെങ്കിൽ റെസ്പിറേറ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ഒരു എന്താ ഒരു നമ്മുടെ എന്താണ് ഓക്സിജൻ മാസ്ക് പോലെയുള്ളവയൊക്കെ വെക്കുന്ന കണ്ടിട്ടില്ലേ? ചില ആളുകള് ഓക്സിജൻ മാസ്ക് പോലെയുള്ള റെസ്പിറേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയൊക്കെ ഇൻഫെക്ഷൻ ഏജൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാനായിട്ട് IVS നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവയാണ്. അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്ലൗസുകളാണ്. കാരണം ബിഫോർ ഹാൻഡ് വാഷിംഗ് ഗ്ലൗസ് പ്ലേ എ pivotal role in the possibilities of transmission of microbes. അപ്പൊ ബിസൈഡ് ഹാൻഡ് വാഷിംഗ് നമ്മൾ ഹാൻഡ് വാഷിംഗ് മാത്രം ചെയ്താൽ പോരാ, മറിച്ച് ഗ്ലൗസുകൾ എന്ത് ചെയ്യും? ഒരു വ്യക്തിക്ക് ഒരു പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്തു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഒരു 2 ഗ്ലൗസ് നമ്മൾ ധരിച്ചിട്ടുണ്ട്, ഒരു സെറ്റ് ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പേഷ്യന്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇതേ ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇതേ ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, മാറ്റണം അല്ലെ. അടുത്ത പേഷ്യന്റിനോട് എത്തുമ്പോ അടുത്ത പുതിയൊരു ഗ്ലൗസ് ആയിരിക്കണം ധരിക്കേണ്ടത്. ഇവിടെ ഈ ഗ്ലൗസിന് വളരെ പ്രാധാന്യമുണ്ടെന്നാ പറയുന്നത്. കാരണം ഹാൻഡ് വാഷിംഗിന് പുറമെ ഈ പറയുന്ന ഗ്ലൗസ് എങ്ങനെയായിരിക്കണം ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ട്രാൻസ്മിഷന് സാധ്യത നൽകുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൗസുകൾ ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് എത്തുമ്പോൾ ഈ ഉപയോഗിച്ച ഗ്ലൗസുകൾ മാറ്റി പുതിയതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് അഡീഷണൽ പ്രിക്കോഷൻസ്. ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുത്താലാണ് ഇതിനെ തടയാൻ പറ്റുക? അതിൽ ഒന്നാമത് എയർബോൺ പ്രിക്കോഷൻസ്. നമ്മൾ വായുവിലൂടെ പകരുന്ന ഇൻഫെക്ഷൻസിനെ തടയാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സെറ്റിംഗ്സ് അല്ലെങ്കിൽ റൂമുകളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അതിലൊന്നാമത് ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ആവശ്യമായ രീതിയിലുള്ള വായു സഞ്ചാരമൊക്കെയുള്ള ഒരു ഇൻഡിവിജ്വൽ റൂം ആയിരിക്കണം അല്ലെ. എല്ലാവരും കൂടിയുള്ള ഒരു വാർഡിൽ കിടക്കാണ്, ഒരു വാർഡാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ വാർഡില് ഒരു വ്യക്തിക്ക് ഈ പറയുന്ന എന്തെങ്കിലും രീതിയിലുള്ള വൈറൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിലൂടെ എയറിലൂടെ എന്ത് ചെയ്യാം? ഈ ഇൻഫെക്ഷൻസ് മറ്റുള്ള അവിടെയുള്ള ആളുകളിലേക്ക് പകരാൻ സാധ്യതയില്ലേ? ഉണ്ടോ? എയർബോൺ ട്രാൻസ്മിഷൻ നടക്കാൻ സാധ്യതയില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ റൂമുകൾ, ഇപ്പൊ ആ ഒരു വ്യക്തിക്കാണെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള ഇൻഡിവിജ്വൽ റൂമുകൾ കൊടുക്കുമ്പോൾ ആ ഒരു സ്പ്രെഡ് ആവുന്നതിന് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. മറ്റുള്ള ആളുകളിലേക്ക് ആ ഒരു പകരുന്നതിന് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി അവർക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക. അതിന് സഫിഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷൻസ്, ആവശ്യമായ വായു സഞ്ചാരങ്ങൾ വേണം. എന്നാൽ ദിസ് കൺസിസ്റ്റ് ഓഫ് വേർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. അതായത് സാധ്യമാണെങ്കിൽ ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുത്താൽ പോലും നമ്മൾ ആ ഡോറൊക്കെ തുറന്നിട്ടാണ് നമ്മൾ കിടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അതിലൂടെയും ആ ഒരു വായു സഞ്ചാരം ഉള്ളത് കൊണ്ട് തന്നെ ആ എയർബോൺ ട്രാൻസ്മിഷൻ നടക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇവരൊരു ഇൻഡിവിജ്വൽ റൂമിലേക്ക് എടുത്തിയെന്ന് വിചാരിക്കും. അവിടെ മതിയായിട്ടുള്ള വായു സഞ്ചാരങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവര് ഡോറൊക്കെ തുറന്നിട്ടാണ് അവര് ആ റൂമില് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഡോർ തുറന്നിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെന്റിലേഷനിലൂടെ എയർ പാസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന എയർബോൺ ട്രാൻസ്മിഷൻസ് വരാൻ സാധ്യതയില്ലേ? ആ എയറിലൂടെ ഇങ്ങനെയുള്ള മൈക്രോബ്സ് ട്രാൻസ്മിഷൻ നടത്താൻ സാധ്യതയില്ലേ? ഇല്ലേ? അപ്പൊ അതുകൊണ്ട് സാധ്യമാണെങ്കിൽ ഒരു നെഗറ്റീവ് പ്രഷറാണ്. ഇപ്പൊ നമ്മളൊരു വാതിൽ അടച്ചിടുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രഷറല്ലേ. നമുക്ക് വാതിൽ തുറന്നിടുമ്പോഴാണോ ഒരു പോസിറ്റിവിറ്റി കിട്ടുക? അത് വാതിൽ അടച്ച റൂമിൽ ഇങ്ങനെ വാതിൽ അടച്ചിരിക്കുമ്പോഴാണോ പോസിറ്റിവിറ്റി കിട്ടുക? എപ്പോഴാണ് കിട്ടുന്നത്? എപ്പോഴാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് കിട്ടുക? അത് തുറന്നിടുമ്പോഴാണോ അടച്ചിടുമ്പോഴാണോ? തുറന്നിടുമ്പോഴാണ് അല്ലെ. അപ്പൊ ഇവിടെ ഇവര് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രഷർ ആണ്. വാതിൽ അടച്ചിടുക എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പ്രഷർ ആണെങ്കിൽ കൂടി പോസിബിൾ ആണെങ്കിൽ, സാധ്യമാണെങ്കിൽ ആ ഡോർ എപ്പോഴും എന്ത് ചെയ്തിടണം?
ക്ലോസ്ഡ് ആക്കി തന്നെ വെക്കുക. മനസ്സിലായോ? അപ്പൊ ക്ലോസ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയുള്ള ആ ഒരു വെന്റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു എയർ പാസ് ചെയ്ത് അധികം പുറത്തേക്ക് പോവാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള എയർബോൺ വഴിയുള്ള ട്രാൻസ്മിഷൻസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. Then അടുത്തത് ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻറ്ററിംഗ് ത്രൂ. ആ ഒരു റൂമിലേക്ക് സ്റ്റാഫുകൾ സ്വാഭാവികമായിട്ടും നഴ്സസ് ഒക്കെ ട്രീറ്റ്മെന്റിനും മറ്റു മെഡിക്കേഷൻസും ആയിട്ട് വരേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോ അവർ വളരെ കാര്യക്ഷമമായിട്ടുള്ള നല്ല മാസ്കുകൾ ധരിച്ചായിരിക്കണം വരേണ്ടത് അല്ലെങ്കിൽ ആ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? മൂന്നാമത്തത് പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യന്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു പരിമിതമായ റൂമിലായിരിക്കണം അവരെ കിടത്തുന്നത്. അല്ലാതെ വളരെ വിസ്തരിച്ചുള്ള വളരെ നല്ല രീതിയിൽ വായു സഞ്ചാരമുള്ള നല്ല വലിയ റൂമൊന്നും ആയിരിക്കരുത്. ഒരു പരിമിതമായിട്ടുള്ള അവർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെയുള്ള ഒരു പരിമിതമായ റൂമിലായിരിക്കണം അവരെ കിടത്തേണ്ടതും അതിനനുസരിച്ചുള്ള വെന്റിലേഷനും കാര്യങ്ങളും മാത്രമേ അവിടെ കൊടുക്കാറുള്ളൂ. അപ്പൊ ഒരു എയർബോൺ പ്രിക്കോഷൻസ്, എയർബോൺ വഴി ഉണ്ടാവുന്ന ട്രാൻസ്മിഷൻസ്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്ക് ഒരു പരിധി വരെ തടയുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന്, അതായത് അങ്ങനെ ഉള്ള ഇൻഫെക്ഷൻ ഉള്ള ഇൻഡിവിജ്വൽസിനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകൾ കൊടുത്ത് മതിയായ രീതിയിലുള്ള വെന്റിലേഷൻസ് മാത്രം സൗകര്യങ്ങൾ കൊടുത്ത് ഒരു പരിമിതമായ റൂമിൽ തന്നെയായിരിക്കണം താമസിപ്പിക്കേണ്ടത്. അങ്ങനെ താമസിപ്പിക്കുമ്പോഴും അവർക്കൊരു നെഗറ്റീവ് പ്രഷർ ആണെങ്കിൽ കൂടി, നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുമെങ്കിൽ കൂടിയും പോസിബിൾ ആണെങ്കിൽ ആ ഡോറുകൾ എപ്പോഴും അടച്ചിടാൻ ശ്രമിക്കുക. ഇനി ആ ഒരു റൂമിലേക്ക് ഒരു സ്റ്റാഫ് എൻ്റർ ചെയ്യണമെങ്കിൽ അവർ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കണം, നിർബന്ധമായിട്ട് മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കണം അതിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ക്ലിയർ ആണോ എയർബോൺ പ്രിക്കോഷൻസിന്റെ? ഓക്കെ. അടുത്തത് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഇപ്പൊ നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പിക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആ പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ ആണെങ്കിൽ, ലഭ്യമാണെങ്കിൽ ആ പേഷ്യൻസിന് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമുകൾ കൊടുക്കുക. Then standard surgical splash proof mask, not ghost mask before the health care. അതായത് ഇപ്പൊ നമ്മുടെ തുണികൾ, നമ്മൾ മാസ്ക് എങ്ങനെ N95 മാസ്കുകൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അല്ലെ നമ്മൾ കോവിഡ് ആയിരുന്ന സമയത്ത്. അതുപോലെ തന്നെ തുണികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാസ്കുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അല്ലെ. ഉണ്ടായിരുന്നോ? എന്താണ്, നിങ്ങളൊന്നും കോവിഡ് സമയത്ത് മാസ്ക് ഒന്നും ധരിച്ചിട്ടില്ലേ? ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഗോസ് മാസ്ക് എന്ന് പറഞ്ഞാൽ തുണികൾ ഉപയോഗിച്ചുള്ള മാസ്കുകളല്ല, മറിച്ച് ഇങ്ങനെയുള്ള ഡ്രോപ്ലെറ്റ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഇപ്പൊ N95 മാസ്ക് പോലെയുള്ള വളരെ ഹൈ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ അങ്ങനെയുള്ള സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സോ കാര്യങ്ങളോ മറ്റൊരു മൈക്രോ ഓർഗാനിസത്തിനെയും കടത്തിവിടാത്ത രീതിയിലുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകളായിരിക്കണം ആ ഒരു ഹെൽത്ത് കെയർ ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. അത് ആരൊക്കെ ഉപയോഗിക്കണം? ആ ഒരു പേഷ്യന്റ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പേഷ്യന്റിന് പറ്റുമെങ്കിൽ അവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരും ഉപയോഗിക്കാം, ആ റൂമുമായിട്ട് കോണ്ടാക്ട് വരുന്നവര്. Then patients movement should be controlled. ഇങ്ങനെ ചുമയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ ഇറങ്ങി നടക്കുകയാണോ വേണ്ടേ? ആണോ? അല്ല. പേഷ്യന്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കണം. ആ റൂം അവർക്ക് സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ തന്നെ ആയിരിക്കണം അവരവിടെ എന്ത് ചെയ്യേണ്ടത്? നിൽക്കേണ്ടത് അല്ലെ. ഈ പേഷ്യൻസ് എന്തെങ്കിലും ഒരു കാരണത്താൽ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she leaves the room. എന്തെങ്കിലും ഒരു കാരണത്താൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ലബോറട്ടറിയിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യണമെങ്കിലോ അവർ ചിലപ്പോ അവരുടെ ആ പുറത്തേക്ക് ആ ഒരു റൂമിന് പുറത്തേക്ക് ചിലപ്പോൾ ഇറങ്ങേണ്ടതായിട്ട് വരാം. അങ്ങനെ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും അവരിങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ ധരിച്ചുകൊണ്ട് മാത്രമേ അത് നിർദ്ദേശിക്കണം അവരോട്. ധരിച്ചുകൊണ്ട് മാത്രമേ അവർ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം എന്താ? ഡ്രോപ്ലെറ്റുകളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ സ്വാഭാവികമായിട്ടും ഇത് പെട്ടെന്ന് അധികം ദൂരേക്ക് പോകുന്നില്ലെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലൂടെ അവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സാധ്യമാണെങ്കിൽ അല്ലെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ സെപ്പറേറ്റ് റൂം കൊടുക്കുക. ഇനി കൃത്യമായിട്ട് തുണികൾ പോലെയുള്ള മാസ്കുകളല്ല, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ തന്നെ ധരിക്കണം. ഇനി എന്തെങ്കിലും പേഷ്യൻസിന്റെ മൂവ്മെന്റ് ആ റൂമിനുള്ളിൽ മാത്രമായിരിക്കണം. പുറത്തേക്ക് വളരെ അത്യാവശ്യത്തിന് മാത്രമേ അവർ പുറത്തേക്ക് വിടാൻ പാടുള്ളൂ. അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവർ പറയുന്ന സർജിക്കൽ മാസ്കുകൾ നിർബന്ധമായിട്ടും ധരിച്ചായിരിക്കണം പുറത്തേക്ക് പോകുന്നത്.
There are no droplet precaution. മനസ്സിലായോ? Okay. അടുത്തതാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ. നോക്കിയേ, സെപ്പറേറ്റ് റൂം ഫോർ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. ഒരു കോണ്ടാക്ട് വഴിയുന്ന കോണ്ടാക്ട് വഴി ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ്. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. എല്ലാത്തിനും നമുക്കൊരു പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം കൊടുക്കുന്നത് തന്നെയാണ് അവൈലബിൾ ബെറ്റർ അല്ലെ. അവൈലബിൾ ആണെങ്കിൽ, ലഭ്യമാണെങ്കിൽ പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം കൊടുക്കുക. എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ അവൈലബിലിറ്റി ഉണ്ടാവില്ല അല്ലെ. റൂമിന്റെ നമ്പേഴ്സ് കുറവായിരിക്കും. ചിലപ്പോൾ വാർഡുകളിലോ കാര്യങ്ങളോ തന്നെ നമ്മൾ താമസിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ പേഷ്യൻസിന് ലഭ്യമാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് റൂം കൊടുക്കുക. സ്റ്റാഫ് ഷുഡ് വെയർ ഗ്ലൗസ് വെൻ ദേ എൻറ്റർ ദ റൂം. അവർ ആ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫ് എപ്പോഴും എന്ത് ചെയ്യണം? ഗ്ലൗസുകൾ ധരിക്കുക. കാരണം അവരെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗ്ലൗസുകൾ എന്തായാലും നിർബന്ധമായിട്ട് ധരിക്കണം. സ്റ്റാഫ് ഷുഡ് വെയർ എ ഗൗൺ ഡ്യൂറിംഗ് പേഷ്യന്റ് കോൺടാക്ട് ഓർ കോൺടാക്ട് contaminated surfaces or material. പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ സ്റ്റാഫ്സ് നിർബന്ധമായിട്ടും ഗൗണുകൾ ധരിച്ചിരിക്കണം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞ്, സ്റ്റാഫ് ഗ്ലൗസുകൾ ധരിക്കണം, ഗൗണുകൾ ധരിച്ചിരിക്കണം. മൂന്നാമത്തത്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. ആ പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപും ശേഷവും കൈകൾ വളരെ വൃത്തിയായിട്ട് ഹാൻഡ് വാഷ് നടത്തിയിരിക്കണം. എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അടുത്തത്, ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. ആ ഒരു റൂമിന്റെ പുറത്തേക്കുള്ള പേഷ്യൻസിന്റെ ആ ഒരു മൂവ്മെന്റിനെ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുകയും വേണം. ഒരു കോണ്ടാക്റ്റിലൂടെ എന്താണ് ഒരു ഇൻഫെക്ഷൻ വരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധ്യമാണെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാണെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കുക. ആ ഒരു റൂമിലേക്ക് ഈ പറയുന്ന സ്റ്റാഫ് എൻ്റർ ചെയ്യുമ്പോൾ അവർ ഗ്ലൗസ് ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് ഗൗണുകളും ധരിച്ചിരിക്കണം. ഇനി ഇവരുമായിട്ട് പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപും ശേഷവും ഇവർ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായ രീതിയിൽ ഹാൻഡ് വാഷ് വളരെ പ്രോപ്പർ ആയ രീതിയിൽ നടത്തിയിരിക്കണം. അതുപോലെ പേഷ്യൻസിന്റെ ആ ഒരു പുറത്തേക്കുള്ള ആ ഒരു റൂമിന് പുറത്തേക്കുള്ള ആ ഒരു മൂവ്മെന്റ് വളരെ പരിമിതപ്പെടുത്തിയും വെക്കണം. ക്ലിയർ ആണോ കോണ്ടാക്ട് പ്രിക്കോഷൻസ്? ഓക്കെ. അടുത്തതാണ് ആന്റി മൈക്രോബിയൽ സർഫസസ്. അതായത് ടച്ച് സർഫസസ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂംസ്. ഹോസ്പിറ്റൽ റൂമിൽ ഇപ്പൊ നമ്മുടെ ഒരു വാർഡിൽ അല്ലെങ്കിൽ റൂമിലൊക്കെ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. ബെഡ് റൈൽസ്, നമ്മുടെ ബെഡിന്റെ രണ്ട് സൈഡിലുമുള്ള കൈപ്പിടികൾ നമ്മൾ എപ്പോഴും ടച്ച് ചെയ്യുന്നിടങ്ങളാണ്. കോൾ ബട്ടൺസ്, ഇപ്പൊ നഴ്സസ് കോൾ ബട്ടൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ എപ്പോഴും ടച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ടച്ച് പ്ലേറ്റ്സിൽ എപ്പോഴും ടച്ച് ചെയ്യാറുണ്ട്. ചെയറുകള്, അതുപോലെ ഡോർ ഹാൻഡിലുകള്, ലൈറ്റിന്റെ സ്വിച്ചുകള്. ഗ്രാബ് റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാബ് റെയിൽസ് എന്ന് പറഞ്ഞാൽ? സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ വാക്കിംഗ് സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചില റൂമുകൾ, അത് ഓരോ പേഷ്യൻസിനനുസരിച്ചാണ്. അങ്ങനെയുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വാക്കിംഗ് സ്റ്റിക്ക് കാര്യങ്ങളാണ് ഗ്രാബ് റെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഇൻട്രാവെനിയസ് പോർട്സ് എന്ന് പറയുന്നത് IV പോർട്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഇൻട്രാവെനിയസ് പോർട്സ് അത് നൽകുന്ന ഇടുന്ന ആ ഒരു ഇത് കണ്ടിട്ടില്ലേ? സ്റ്റാൻഡ്, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റാൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റാൻഡ് വെക്കാറില്ലേ റൂമുകളിൽ അല്ലെങ്കിൽ വാർഡുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, കണ്ടിട്ടില്ലേ നിങ്ങള്? എന്താണ്, ഹോസ്പിറ്റലിലൊന്നും പോകാത്തവരാണോ? കണ്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഇടങ്ങളല്ലേ അല്ലെ? ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഇടങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ ഡിസ്പെൻസേഴ്സ്, ഇപ്പൊ ആൽക്കഹോൾ ജെല്ല്, ഇപ്പൊ നമ്മുടെ സാനിറ്റൈസേഴ്സ് വെക്കുന്ന ഇടങ്ങളുണ്ടാവും, പേപ്പർ ടവലുകൾ വെക്കുന്ന ഇടങ്ങളുണ്ടാവും, ചില ഹോസ്പിറ്റലിൽ സോപ്പുകൾ ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഇടങ്ങളുണ്ടാവും. അപ്പൊ അതുപോലെ ഡ്രസ്സിംഗ് ട്രോളികൾ ഉണ്ടാവാം. ആ കൗണ്ടേഴ്സ് ആൻഡ് ടേബിൾ ടോപ്പ്, നമ്മുടെ ആ ഇരിക്കുന്ന കൗണ്ടറുകൾ അല്ലെങ്കിൽ ടേബിൾസിന്റെ ടോപ്പ് വശം, മുകളിലത്തെ കണ്ടാമിനേഷനുകളൊക്കെ കൂടുതലും കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന ഈ പറയുന്ന പ്രതലങ്ങളെല്ലാം കൂടുതൽ കണ്ടാമിനേറ്റഡ് ആവാൻ അല്ലെങ്കിൽ മലിനമാവാനുള്ള സാധ്യതയുള്ള സർഫസുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സർഫസുകൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ റൂം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് അല്ലെ.
നമ്മൾ പഠിച്ചതായിരുന്നല്ലോ ഫോർമൈറ്റ് കണ്ടാമിനേഷൻ, അതിന്റെ സോഴ്സസിൽ പഠിച്ചതല്ലേ. ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. Hence, the touch surfaces in hospital rooms can act as a source of reservoir for the spread of bacteria in the hands of healthcare workers and visitors to patients. ഇവിടെ ആരാണോ അവിടെ തൊടുന്നത് അവരുടെ കയ്യിലേക്ക് അവിടെ നിന്നും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഏജൻസ് കയറാനും അതുവഴി ചിലപ്പോൾ ഒരു വിസിറ്റർ വന്നു അവിടെ ആ ടേബിളിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു, സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വന്ന് പേഷ്യൻസിന്റെ അടുത്തിരുന്ന് ഒന്ന് തടവി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് ആരിൽ നിന്ന് ആരിലേക്ക് പോയി? ആ ലൈറ്റിന്റെ സ്വിച്ചിൽ നിന്നും അത് ഇവരുടെ ഹാൻഡിലായിട്ടുണ്ടാവും, അതിൽ നിന്നും ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് എത്തി അല്ലെ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ബാക്ടീരിയാസിലേക്ക് സ്പ്രെഡിങ്ങിനെ സഹായിക്കുന്ന ഒരു പ്രധാന ഉറവിടമായി ഇവ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ so keep the surfaces free of microorganisms. ഈ പറയുന്ന സർഫസുകളൊക്കെ ആന്റി മൈക്രോബിയൽ സർഫസുകളാക്കുക. മൈക്രോബ്സ് അതിന് വേണ്ടി അതിനനുസരിച്ചുള്ള ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ക്ലീൻ ചെയ്ത് ആന്റി മൈക്രോബിയൽ സർഫസുകളാക്കി നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ റൂമുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകളിന്റെ പ്രതലങ്ങള് ഇപ്പൊ പെൻട്രൈൽസ് ആവാം, ബട്ടണുകളാവാം, ലൈറ്റ് സ്വിച്ചസ് ആവാം, ചെയർസ് ആവാം, ടേബിൾ ടോപ്സ് ആവാം, കൗണ്ടർ ടോപ്പുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കിംഗ് സ്റ്റിക്കുകളോ അല്ലെങ്കിൽ IV പോർട്സിന്റെ സ്റ്റാൻഡുകളോ ഇങ്ങനെയുള്ള എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന ഇടങ്ങളായതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ മൈക്രോ ഓർഗാനിസംസ് ഇവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു സോഴ്സും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ സർഫസുകളും വളരെ വൃത്തിയായിട്ടും വളരെ ഫ്രീ മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ടും നിലനിർത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ആന്റി മൈക്രോബിയൽ സർഫസുകള് ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഒന്നുകൂടി പറയണോ? ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത്ര ആലോചിക്കുക, ഹോസ്പിറ്റൽ റൂമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തൊടുന്ന പ്രതലങ്ങളിലെ ഏറ്റവും ഒരു റൂമുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ ബെഡ് റെയിൽസ്, ബെഡിന്റെ രണ്ട് സൈഡിലുമുള്ള കൈവരികള്, അതുപോലെ കോൾ ബട്ടൺസ്, ഇപ്പൊ നഴ്സിലേക്ക് വിളിക്കാൻ വേണ്ടി കോൾ ബട്ടൺസ് ഉണ്ടാവില്ലേ, അതുപോലെ ടച്ച് പ്ലേറ്റ്സോ കാര്യങ്ങളോ ഇരിക്കണമെങ്കിൽ അവിടെ നമ്മൾ ടച്ച് ചെയ്യാറുണ്ട്, ചെയർ ടച്ച് ചെയ്യാറുണ്ട്, ഡോറിന്റെ ഹാൻഡിലുകൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, ലൈറ്റിന്റെ സ്വിച്ചുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന പ്രതലങ്ങളാണ് ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ്, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു പ്രധാന ഉറവിടമാണ് നമ്മൾ ഓൾറെഡി മനസ്സിലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോ അതിപ്പോ ഒരു വിസിറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഒക്കെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാല് അവരിലൂടെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ആ പേഷ്യന്റിലേക്ക് ഇതിൽ നിന്നും എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏറ്റവും നമ്മൾ എപ്പോഴും ടച്ച് ചെയ്യുന്ന ഇടങ്ങളെല്ലാം എല്ലാ ദിവസവും പ്രോപ്പർ ആയിട്ട് ആന്റി മൈക്രോബിയൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ആന്റി മൈക്രോബിയൽ എഫക്റ്റീവ് ആയിട്ടുള്ള ലിക്വിഡ്സോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ ആന്റി മൈക്രോബിയൽ സർഫസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ടുള്ള സർഫസുകളായിട്ട് നിലനിർത്തണം. കിട്ടിയോ? ആരാണ് ചോദിച്ചത്? ആഷ്ന, ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. അതിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെയാണ് അവരുടെ മെമ്പേഴ്സ്, കാര്യങ്ങള്, അവരുടെ റോള്, ഇതൊക്കെയാണ് ഇനി അടുത്തതായിട്ട്. ഒരു ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ അതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടാവും. അതിൽ ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലയബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ prevention and control, its monitoring, reporting, research and education. എന്താ പറയുന്നത്? ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ആരോഗ്യ പരിചരണം നൽകുന്ന
ഉണ്ടാകുന്ന ഇടങ്ങള് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലില് ഒന്ന് ആലോചിച്ചാൽ മതി. ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ എന്ന് പറയുന്ന എന്തിന്റെ കമ്പോണന്റ് ആണ്? പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിലാണ് ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മള്. പേഷ്യൻസിന്റെ സേഫ്റ്റി പ്രോഗ്രാമുകൾ, പേഷ്യൻസിന് സുരക്ഷ നൽകുന്ന പ്രോഗ്രാമുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന കമ്പോണന്റ് അതെങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്? is liable for establishing and maintaining infection prevention and control, its monitoring, reporting and research and education. ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാമുകൾ തയ്യാറാക്കുക, ആ പ്രോഗ്രാമുകളുടെ കീഴില് ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ആ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ് അല്ലെ. ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ ഇതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും നടപ്പിലാക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനുവേണ്ടി ഇവർ എന്ത് ചെയ്യണം? ആ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് സ്ഥാപിക്കുകയും അത് അവിടെ നിലനിർത്തുകയും ചെയ്യുക. ഇനി ഈ സ്ഥാപിച്ചിട്ടുള്ള ഈ പറയുന്ന ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമുകൾ അവിടെ സ്ഥാപിച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് അത് മോണിറ്ററിങ് ചെയ്യണം. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം അല്ലെ. അതിനനുസരിച്ചുള്ള റിപ്പോർട്ടിംഗ് ചെയ്യണം. അതുപോലെ ഈ പറയുന്ന ഒരു ഇൻഫെക്ഷൻ വന്നു, ഒരു കോവിഡ് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പുതിയൊരു ഡിസീസ് വന്നു കഴിഞ്ഞാല് ആ ഡിസീസിനെ കുറിച്ച് പഠനങ്ങൾ നടത്തണ്ടേ? എന്നാലല്ലേ ആ ഒരു ഡിസീസ് എവിടെ നിന്ന് വന്നു, അതിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് അതിന്റെ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അത് പറയാൻ പറ്റോ? ഇല്ല. അപ്പൊ ആ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പുതിയൊരു ഡിസീസ് വരുമ്പോ ആ ഡിസീസിനെ കുറിച്ച് റിസർച്ചുകൾ നടത്തണം, എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളും ആളുകൾക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരുടെ ബാധ്യസ്ഥതയിലാണ് ചെയ്യേണ്ടത്? ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ് അതിന് ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ. ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി കൃത്യമായിട്ട് ഈ പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ തടയുക, അതിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ആ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ കൃത്യമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, റിസർച്ചുകളും എഡ്യൂക്കേഷൻസും നടത്തുകയും വേണം. അതിന് ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികള് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ക്ലിയർ ആണോ? ആ ഒരു ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതായിട്ട് ഇനി അതിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്, മെമ്പേഴ്സ് ആണ്. അതിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ആ ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ആയിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് വരിക. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ ഏതൊക്കെയാണ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ആയിരിക്കും, തലവനായിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് വരിക. മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത് സീനിയർ ആയിട്ടുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. ഇനി അതിലെ മെമ്പേഴ്സ് ഉണ്ട്, അടുത്ത അംഗങ്ങളുണ്ട്. അതൊക്കെ ഏതായിരിക്കും? റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നിന്നുള്ള പ്രതിനിധികളാണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അതിനുള്ളില് റെലവന്റ് മെഡിക്കൽ, ഇതൊരു ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലുള്ള ആളുകളുടെ കാര്യമായിട്ട് പറയുന്നത്. ആ കമ്മിറ്റിയിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. അതാരായിരിക്കും? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ആയിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് വരിക. ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് മെമ്പർ സെക്രട്ടറി എന്ന പൊസിഷനിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ആ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രതിനിധികളായിരിക്കും. അതുപോലെ തന്നെ റെലവന്റ് ആയിട്ടുള്ള മറ്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മറ്റ് ഓരോ മേഖലകളിൽ നിന്നുള്ള ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് കാര്യങ്ങളായിട്ടുള്ള അവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഒരു കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സർവീസുകൾ ഉണ്ടാവും. അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട CSSD, അതുപോലെ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് ഉണ്ടാവും, സാനിറ്റേഷന് വേണ്ടിയിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവും, ഫാർമക്കോളജിസ്റ്റ്. അല്ല, ഫാർമക്കോളജിസ്റ്റ് സയന്റിസ്റ്റ് who study how drugs affect living organisms അല്ലെ. ഒരു ലിവിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ എങ്ങനെയാണ് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണ്, ഒരു സയന്റിസ്റ്റ് ആണ് ഫാർമക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഡിസീസ് വന്നു, അതിനൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ മരുന്നുകൾ കൊടുക്കില്ലേ?
കൊടുക്കും അല്ലെ. ആ മരുന്ന് കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണ്ടേ, ചെയ്ത് നോക്കണ്ടേ. ഓരോ കാര്യങ്ങളും നമ്മൾ അതിനനുസരിച്ചുള്ള സിസ്റ്റമാറ്റിക് ആവുന്ന രീതിയിൽ ചെയ്യണം. ഒരു പുതിയതായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നു, ആ ഒരു ഇൻഫെക്ഷനെ കുറിച്ച് പഠനം നടത്തി നമ്മളൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡ്രഗുകൾ ഡെവലപ്പ് ചെയ്തു. ഇന്ന ഡ്രഗ് കൊടുത്താൽ ഇന്ന മരുന്ന് കൊടുത്താൽ അതിന് ട്രീറ്റ്മെന്റ് ആവും. അല്ലെങ്കിൽ ഇപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇത്ര ഡോസ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ആദ്യം നമ്മൾ കുറച്ച് ഡോസുകൾ കൊടുത്ത് അവരുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചല്ലേ അവരുടെ ബോഡിയിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് മനസ്സിലാക്കുന്നേ അല്ലെ. അതിനുവേണ്ടി അങ്ങനെയുള്ള കുറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സും ഇതിന്റെ കൂടെ ഉണ്ടായാലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സ്റ്റോർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. അടുത്തത് ഒരു ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു നേഴ്സിന്റെ ചുമതല, ഒരു നേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് ചുമതല ഉണ്ടാവും. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറോ അവരെ ഉണ്ടായിരിക്കും. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഉണ്ടാവും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. ഇത്രയും ആളുകൾ എന്തിൽ ഉൾപ്പെടുന്നതാണ്, എന്തിലുൾപ്പെടുന്നതാ, ഇത്രയും ആളുകൾ എന്തിലുൾപ്പെടുന്നതാണ്, ഇത് ഏത് ടീമാണ് നമ്മൾ പറഞ്ഞത്, മറന്നുപോയോ? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിൽ വരുന്ന അംഗങ്ങൾ അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചെയർപേഴ്സൺ ഉണ്ട്, അതുപോലെ മെമ്പർ സെക്രട്ടറി ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, റെലവന്റ് ആയിട്ടുള്ള മെഡിക്കൽ ടീം ഉണ്ട്, അതുപോലെ സപ്പോർട്ടിംഗ് സർവീസുകൾ ഉണ്ട്. ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു നഴ്സിന് ചുമതലയുണ്ടാവും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇതങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിക്കാനുള്ളത് കൂടുതലും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെ എന്ന് ചോദിക്കാം. അപ്പൊ ചെയർപേഴ്സൺ ഉണ്ടാവും, മെമ്പേഴ്സ് ഉണ്ട്. ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാലോ. ജസ്റ്റ് ആ പേരുകൾ മാത്രം കൊടുത്തിരിക്കും. അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആ വ്യക്തിയാണ് ചെയർപേഴ്സൺ ആയിട്ട് നിൽക്കുക. മെമ്പർ സെക്രട്ടറി ആരാണ്, സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. അതുപോലെ മെമ്പേഴ്സ്, ഇത് മൂന്നുമാണ് ചോദിക്കാറ്. മെമ്പേഴ്സ് ആരാണ് ഇതിലെ റെപ്രസെന്റേറ്റീവ്, ആ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ്. അത് മൂന്നുമാണ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ചോദ്യം വരുന്നത് കേട്ടോ. അല്ലാത്തതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കണം. അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ആരൊക്കെ, ഉൾപ്പെടാത്ത വ്യക്തികൾ ആരൊക്കെയാണ് എന്ന രീതിയിൽ ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് എഴുതാനും പറ്റുമല്ലോ. പറ്റില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ബോക്സ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം കുറച്ചുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, മിസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റും കേട്ടോ. താങ്ക് യു.